ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. 3 വർഷം നമ്മൾ പാലയിലാണ് താമസിച്ചത്. ഇപ്പോൾ ട്രാൻസ്ഫറായി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ പഠിച്ച സ്കൂളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ടീച്ചർമാരെയും കുട്ടികളെയൊക്കെ കണ്ടിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഈ പാല. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതൊക്കെ പോട്ടെ. ഇപ്പം നമ്മളിതാ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിൻസിപ്പലിനോട് യാത്രയൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ടീച്ചർമാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തോട്ടാണ് പോയത്. അവരെ കണ്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട്. ഒരു 3 വർഷം അടുപ്പിച്ച് ഇവർ ഒരു സ്കൂളിൽ പഠിക്കുന്നത് അത് ഈ സ്കൂളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായിട്ടും ടീച്ചർമാരും ഒക്കെ ആയിട്ട് ഇവർ നല്ല അടുപ്പത്തിലായിരുന്നു. എന്തായാലും നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കണം, അതാരും ശ്രദ്ധിക്കേണ്ട. നമ്മളെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പാല ടൗണിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പാലയിലേക്ക് പോയതാണ് കേട്ടോ. അവിടെ നവ്യ ബേക്കറി കയറി ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ 8:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ചീസ് കേക്ക് തീർന്നിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പോകണം. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ചോക്ലേറ്റും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ കുക്കിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വളരെയധികം ആഗ്രഹത്തോടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ പോയതാണ്. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേന്ന് ഒരു 8:30 മുമ്പ് തന്നെ നവ്യ ബേക്കറിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എന്തായാലും കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് വെച്ചിട്ട് എന്തായാലും ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ മുഖത്ത് ആകാംക്ഷ കണ്ടോ? അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയാണ്. നമ്മുടെ ഐറ്റം അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചോക്ലേറ്റ് സിറപ്പ് വീഴുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. അല്ല, എൻ്റെ മോൻ്റെ മുഖത്ത് എന്താ ഇത്രയ്ക്കൊരു ഗൗരവം? സാധാരണ ചോക്ലേറ്റ് ഒക്കെ കണ്ട അവൻ കവന്നടിച്ച് വീഴുന്നതാണ്. അപ്പോഴത്തേക്കുള്ള ഗൗരവമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നീട് കഴിക്കാൻ നേരം അവൻ നന്നായിട്ട് തട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിച്ചതിൻ്റെ ഒരു ആശ്വാസം എൻ്റെ മുഖത്ത് കാണുന്നില്ലേ. പിന്നെ നമ്മളൊരു കുനാഫയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുനാഫ വിത്ത് ഐസ്ക്രീം അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതും അടിപൊളിയാണ്. പക്ഷേ ഈ എല്ലാ മധുരം കൂടെ നമ്മൾ ഒറ്റയടിക്ക് കഴിക്കുമ്പോഴേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രദറും അൻലൈറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വീണ്ടും ഒരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.